السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بالحكمة والموعظة الحسنة إلى آخر الآية. وشد القرآن بين الله عز وجل وقال سيدنا وحبيبنا محمد صلى الله عليه وسلم لا تنال منها إلا ما قدرت لك. صدق رسول الله. آياته والمعجزات كثيرة شهدت بصحتها عقول الحسد. يا ربي نبي محمد منجي الخلائق من جهنم في غدي. البدر شق بأمره والشمس إذا غربت له ردت بغير تردد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. وعلى محمد سيدنا محمد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, പണ്ഡിതന്മാര്, സീതന്മാര്, ഉപ്പമാര്, സഹോദര സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, അള്ളാഹുവിന്റെ കൃപാകടാശം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ. നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാനും നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടാനും വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ പേര് പറഞ്ഞു മുഹമ്മദ്, നിലമ്പൂരാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് സമൂഹത്തിൽ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ കാലത്ത് വെച്ചതിനും കൂടിയിട്ട് ഈ കലയെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ട്. അതിന് ഒരു 90% കാരണം ഇത് ചെയ്യുന്ന ആളുകളുടെ ചൂഷണം, അതാണ്. പിന്നെ 10% ആളുകള് ഇത് നല്ല റൂട്ട് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ അവരെ കഞ്ഞി നമ്മൾ പോയി വരാൻ പറ്റല്ലോ. മൊത്തത്തിൽ ഏതായിരുന്നാലും നമ്മുടെ അൽഹംദുലില്ലാഹ് മുസ്ലിങ്ങളാണ്. അല്ലാഹു തആല ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആരാണ്? അല്ലാഹു തആല. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ അല്ലാഹു തആല. അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1.25 വരുന്ന പ്രവാചകന്മാരിൽ, പിന്നെ 1.25 ലക്ഷത്തിലധികം പ്രവാചകന്മാർ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അറിയാൻ മദ്രസ പഠിച്ചിട്ടില്ലേ? അവർക്ക് അതാത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമതത്തിന്റെ വിജയത്തിന് നിദാനമാവുന്ന കുറെ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് ആര്? അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ. ആരാണ്? അൽഹംദുലില്ലാഹ്. അവർ ചന്ദ്രനങ്ങളെ വന്ന് പുലർത്തിയ റസൂലുള്ളാഹി ആരും കണ്ടിട്ടുള്ളത് ഇല്ല. അത് അന്നത്തെ ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ അമ്പിളിമാമനെ കണ്ടിട്ടില്ലേ? വെള്ളത്തിന്റെ അടിയിൽ എവിടെ മുട്ടായി. എല്ലാവർക്കും മുട്ടായും കട്ട്ലേറ്റും പാലൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. അല്ല എന്തെല്ലാം രസം കാണാൻ നമുക്ക് നേരല്ലല്ലോ. ഇതിന്റെ മുതുവരെ പറയാൻ നേരല്ലോ. അപ്പോ ചുരുക്കി പറയാം, ഒരൊറ്റ മിനിറ്റോടെ അതിന്റെ വിവരണം പറഞ്ഞു പിന്നെ അവസാനിപ്പിക്കും. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കും. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മളെ പോലത്തെ ആളുകൾക്ക് അത് ചെയ്യാൻ. എന്നാൽ അമ്പിയാക്കന്മാരുടെ ശേഷം ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. ആരാണ് ഔലിയാക്കന്മാർ? ഒരാളെ പേര് പറഞ്ഞ ഔലിയാക്കൽപ്പെട്ട ബഹുമാനപ്പെട്ട ആരാന്നാണ്? ഒരു വലിയ പേര് പറഞ്ഞ ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പിന്നെ അങ്ങനെ റിഫായി ശൈഖ്, ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. ഇവരിൽ നിന്ന് ഇതൊക്കെ അല്ലാഹു തആല പ്രത്യേകമായിട്ട് അല്ലാഹുവിനെ അടുക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ് കറാമത്ത്. അതിന്റെ പേരെന്താണ്? ആ കറാമത്ത് സാധാരണക്കാരായ നമ്മളെ ആളുകൾക്ക് ചെയ്യാൻ പറ്റൂല. പറ്റോ? അതൊക്കെ ചോദിക്കാൻ വിശദീകരണം ചോദിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ടോ. അപ്പൊ ചുരുക്കത്തിൽ മുഅ്ജിസത്ത്, കറാമത്ത് ഇത് സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. എന്നാൽ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. ഇത് കാട്ടിയിട്ട് ചില ആളുകൾ ആൾദൈവങ്ങളായിട്ട് വരെ പറയുന്നു. ഉത്തരേന്ത്യന്റെ ഭാഗങ്ങളിലൊക്കെ. ഇവിടെ പിന്നെ കുറച്ചൊക്കെ പവർഫുൾ ആളുകളായതുകൊണ്ട് അവർ ആശയങ്ങൾ ഉൾക്കൊള്ളൂല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതൃത്വം നിലനിൽക്കുന്ന ഈ കാലത്തോളം അങ്ങനത്തെ ഒരു പിന്നെ
വാറകൾ നമ്മൾ പെടില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ വലിയപ്പാനെ വായുവിൽ നിർത്തണം, അവസ്ഥാനെ കൊണ്ടൊരു മാല കൊടുക്കാണ്ട് എല്ലാ പരിപാടിയൊക്കെ ചെയ്യാൻ സമയമില്ലാതെ. അപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്ത് പറഞ്ഞതൊക്കെ മനസ്സിലായത് വളരെ ആർക്കും ചെയ്യാം. മദ്യവിഗ്രഹമായി മദ്യവിക്കാൻ വലിയ ക്വാളിഫിക്കേഷൻ വേണം. ചെറിയ ടെക്നിക്കോളൂ, അല്ലാതെ ഇതല്ല, ഇത് അമാനുഷിക നിയമമാണ്. ഇതാർക്കും ചെയ്യാം. ഇത് ചെയ്തിട്ട് ആളുകൾ നടക്കുക. അപ്പൊ അവരോട് തിരിച്ചറിഞ്ഞാൽ മതി. എല്ലാ കൈയും ആർക്കാണ്? അല്ലാഹു. ആർക്കാണ്? ഈമാൻകാര്യം ഒന്ന് പറയപ്പെട്ടത് ഇസ്ലാംകാര്യം. ഒന്ന് ഷഹാദത്ത് കഴിയുമ്പോൾ രണ്ട് മതം പറഞ്ഞ് പറഞ്ഞില്ലേ, രണ്ട് മനസ്സിലെ മനസ്സുറപ്പിച്ച് 2 5 വക്ത് നിസ്കാരമില്ല, 2 5 വക്ത് നിസ്കാരം നിലനിർത്തുക, 3 മുതലിന്റെ സക്കാത്ത് കൊടുക്കുക, പിന്നെ 4 റമദാൻ മാസം നോമ്പ് നോക്കുക, 5 പിന്നെ ഈമാൻകാരെ ആരുടെ അറിയാലോ. ഒന്ന് കണ്ണോടി കാര്യം ഒറ്റമില്ല. ഒന്ന് അള്ളാഹു വിശ്വസിക്കുക, ഒന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വസിക്കുക, 2 അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, 3 അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക, 4 അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കുക, 5 അവസാന 6 എന്താണ് നന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇസ്ലാംകാർ ഈമാൻകാർ നല്ല കുട്ടികളെ ഇതാണ് നമ്മൾ അടിത്തറ. ആരും എപ്പോ ചോദിച്ചാൽ ഓർമ്മ ഇസ്ലാംകാരെ ഓർമ്മ ഈമാൻകാരെ ഓർമ്മ. ഇനി ഞാൻ ഇതുകൊണ്ട് ചെറിയൊരു മാജിക് ചെയ്യാൻ പോവാണ്. ഈ പെട്ടി കൊണ്ട് പച്ച കളർ പെട്ടി തരുന്നത് മഞ്ഞ അടിപൊളി ഒരു പരിപാടി. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട പരിപാടി. സത്യം പറഞ്ഞു ഞാൻ പോലും 100 വട്ടം സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാവും. 1000 ഞാൻ പറഞ്ഞ 1000 സ്ഥലത്ത് പങ്കെടുത്തില്ല, 100 സ്ഥലത്ത് പല 100 പറയുന്നുള്ളൂ. അപ്പൊ എന്നാലും ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. നോക്കിക്കോളെ അടിപൊളി. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു 3 സ്ഥലത്ത് കാണും. നല്ല കുട്ടികളാണ്. പാട്ടോട് സ്ഥലം സംഘം ആനക്കയം ശാഖ യൂണിറ്റ്. കൂട്ടുകാരെ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്വലാത്ത് ചൊല്ലാം. ശരിക്കാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ചൊല്ലി പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വലതുകയോട് പിടിക്ക് ഇരുന്ന് കുടിച്ച് ഞാൻ പാല് കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കുപ്പി പാല് ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണെങ്കിൽ 11 ഉറുപ്പിക ഞങ്ങളോട് ഗ്ലാസ് പാല് വരാൻ ഇവിടെ തരാൻ അറിയില്ല. അപ്പൊ നല്ല പശുവിനാണ് ഞാൻ തരാൻ പോകട്ടോ. എല്ലാവർക്കും ഇത് വിളിച്ചെങ്കിൽ ചോറ് വേണ്ടില്ല.
ചെയ്യാൻ എന്താ ചെയ്യാൻ? അപ്പൊ എന്തൊക്കെ ഈ മരിക്കുന്ന പക്ഷേ ഈ പാല് വാങ്ങോല് ഒട്ടകങ്ങൾ വരി 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 കേട്ടോ. പാൽ ഞാൻ പാല് ഒരു പാലില്ലല്ലോ, കുടിച്ചില്ലേ? ഒന്നുമില്ലല്ലോ. ഇനി പാല് വാങ്ങുന്ന റിസർവിലൊക്കെ പാല് വാങ്ങാൻ കേട്ടോ, കുടിക്കണം. പക്ഷെ എന്ത് വേണം? ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് പിടിച്ച് ഇരുന്ന് അല്പാൽപ്പം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് പറയണം? ഇഷ്ടപ്പെട്ടു, പരിപാടി വിജയിച്ചില്ലേ? ഇത് മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴേക്കാണെങ്കിൽ ഒരു രോഗം ഉണ്ടാവില്ല. ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് പിടിച്ചിരുന്ന് ഞാൻ പോട്ടാ, ഈ പാല് വേണ്ടാന്ന് കേട്ടാ. കുടിച്ച പാല് ചെവിന്ന് വന്ന് ഇതിൽ നിന്നൊന്നുമില്ലാത്തത് വലിയൊരു കുപ്പിയായി ആ പാൽക്കുപ്പി പോയി ചെയ്തു. ഇത് വല്ല വേറെ വല്ല കറാമത്തെ വരെ അസാമാനുഷികമാണ്. വളരെ സിമ്പിൾ ഈസി. ഇതിന്റെ കുട്ടികൾ സാധനങ്ങൾ കയ്യിൽ ചിലർക്ക് പ്രസന്റേഷന്റെ വായന അത് പറയില്ല. 3 മാജിക്കിന്റെ സീക്രട്ട് അവസാനം നിങ്ങൾക്കറിയാം കേട്ടോ. ചുരുക്കത്തിൽ ഇതൊന്നും ഉണ്ടല്ല, ഒരു അമാനുഷ്യ കഴിവല്ല. നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? വളരെ ചെപ്പടി വിദ്യ, ചെറിയ ടെക്നിക്കോളും ചെറിയ എല്ലാ കയ്യന്മാർക്കാണ്. അല്ലാഹു ആരാണ് നമ്മളെ പടച്ചത്? അല്ലാഹു ആരാണ് നമുക്ക് ഭക്ഷണം തരുന്നത്? അല്ലാഹു എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു. അല്ലാഹു നേരില്ലാത്തോണ്ട് ഞാനിവിടെ നമ്മൾ ഉദ്ദേശമായി എനിക്ക് എന്താ പേര്? നല്ല SBS ഉണ്ടോ? ചോദിക്കേണ്ട അവസരമില്ല. ഇതിൽ 2-3 വേണം.
ഇതിലെന്തിനുണ്ടോ നോക്കാൻ? അപ്പൊ നമുക്ക് സംശയം ഉണ്ടോ? അമ്മൽ മറച്ചൂടെ? സംശയം ഒന്നുമില്ല. ഇനി വീണ്ടും കിട്ടുന്നത് നിക്ഷേപിച്ചു. ഇനി മോൻ ചെയ്യേണ്ടത് മോന്റെ കയ്യിൽ സവാദ്. മോൻ അങ്ങനെ അറിയോ സവാദിനെ? എല്ലാ കുട്ടിയാണ് സവാദ്. അടിപൊളി. 3 കഷ്ണം. ഈ കളത്തിന്റെ കളറെന്താ? ഇതിലൊന്നുമില്ല. നേരത്തെ പറഞ്ഞു കാട്ടുന്നില്ലേ? നേരല്ല. ആ സാർ പാട്ട് വലിയ പോയിട്ട് അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ വലിയ പോയിട്ട് പോയിട്ടില്ലേ? നമ്മളെ സുന്നത്ത് ജമാഅത്ത് പറയട്ടോ. ഇതാണ് നമ്മളെ പ്രസ്ഥാനം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. ആരെ കുട്ടികളെ സമയത്ത് പറയുന്നത് നോക്കാം. ഇതാണ് പകർപ്പ്. ഇതാണ് നമ്മളെ ഒരു കാലം പോലെ നമ്മൾ പ്രശ്നത്തിൽ SBS. എന്താണ് SBS? അത് കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? SSF എന്ന് പറഞ്ഞാൽ SSF. അത് കഴിഞ്ഞ പിന്നെ SOS. അപ്പൊ SBS വന്നു, SSF വന്നു, ഇനി SOS. സുന്നത്ത് ജമാഅത്തിന്റെ സംഘ കുടുംബങ്ങളാണ് SBS, SSF, SYS, KMJ, SF എല്ലാതും തന്നെ. പക്ഷെ മുസ്ലിം ജമാഅത്തിന്റെ നമ്മൾ എതിരാളികളായിരിക്കുന്ന ആളുകൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആരെ ചെയ്യുന്നത്? എങ്ങനെയാണോ? രാഷ്ട്രീയ പാർട്ടിയാണോ? നമുക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല, ഒന്നിനോട് പ്രത്യേക അടുപ്പമല്ല, അകൽച്ചയില്ല. ആരെ നമുക്ക് ഗുണം ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുക. അത് ഏതായാലും വേണ്ട. ഞാൻ പത്ര പറയുന്നത്. അപ്പൊ അത് നമ്മൾ വേറെ ഒക്കെ നോക്കി നോക്കാൻ യോജിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് കാട്ടി എതിരാക്കും. ഇതിനെ വേറെ ആക്കുന്നു. അങ്ങനത്തെ ഈ ഇതിൽ കോഴ്സിൽ പഠനത് അങ്ങനത്തെ ആരോപണങ്ങൾ നമ്മൾ അകപ്പെടരുത്. നമ്മൾ ഒറ്റ കണ്ട AP ഉസ്താദിന്റെ പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തന്റെ പേര് പ്രസിഡന്റ് ആരാണ്? സുലൈമാൻ ഉസ്താദ്. ആരാണ്? ഇൻഷാ അല്ലാഹ് സുലൈമാൻ ഉസ്താദ് AP ഉസ്താദ് വരാൻ പോവാണ്. അടുത്ത വേദിക്ക് ആരും കേട്ടോ. അടുത്ത മേജിക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് റഈസുൽ ഉലമ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്താൻ പോവാണ്. ഇതിന് നമുക്കുള്ള ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിനൊരു ആരോപണം ആർക്കും പറയാം. ഇന്ന് നോക്കാൻ ഇത് ഒന്നാക്കാൻ പോയാൽ പോലെ നമ്മളൊക്കെ സുന്നി സംഘ കുടുംബ. നമുക്ക് പ്രത്യേക രാഷ്ട്രീയ പദവികളെ പോയി
കള്ളിന്റെ കുപ്പിയായിട്ട് സങ്കല്പിക്കുക. എന്താണ് എന്താ മക്കളെ? സമയമില്ലാത്തോടെ പറയാം. പറഞ്ഞു ചെയ്യുമ്പോഴേ രസമുള്ളൂ. എന്താ കള്ള് കുടിക്കാൻ പറ്റുമോ? ചോനെ നേരത്തെ സിസ്റ്റർ പറഞ്ഞാല് ഓരോ നൈറ്റിനും ഒരു ഗുണപാടുണ്ട്. കള്ള് നമുക്ക് ഹറാമാണ്. ഒരു തുള്ളി പോലും നമ്മൾ കാണാൻ പറ്റൂല. എന്തല്ലേ കുടിക്കല് കള്ളിന്റെ ബോട്ടില്? ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എല്ലാവരും ഉപദേശിക്കാം. ചില ആളുകൾ ഈ ബോട്ടിൽ കാണാതിരിക്കാൻ വേണ്ടിയമായി കൊണ്ടുപോയിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് കുടിക്കും. ഇങ്ങനെ ഇത് വെച്ച് മറച്ചു കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ പറ്റുമോ? ഇങ്ങനെ ബോട്ടിൽ കുടിക്കാൻ പറ്റില്ല. വേറെ ചില ആളുകൾ ഇങ്ങനെ ആരും കാണാതിരിക്കാൻ വേണ്ടി അതിന്റെ അമ്പോ അതിന്റെ പേര് അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കുടിക്കും. ഇങ്ങനെ ഇങ്ങനെ വെച്ച് കുടിച്ചാലും കുടിക്കാൻ പറ്റുമോ? നിങ്ങള് ജ്യൂസ് തന്നപ്പോ നമ്മൾ എന്താ പറഞ്ഞ നേരത്തെ ബിസ്മില്ലിക്കണം. ശരി, കാണിച്ചല്ലാത്തോട് ബിസ്മില്ലായ ഓരോ വാക്കുന്നാണ് കഴിയിലാണ്. ശരി, എല്ലാവരും ബിസ്മില്ലി കുടിക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഈ മൈലീസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ശീലിക്കണം. അപ്പൊ നോക്കിക്കോളെ, ഈ കള്ളുകുപ്പിട്ട് പോകാൻ പോവാണ്. ഇത് ചില്ലറ മേടിക്കല്ല. നോക്കോളെ, ഈ കുപ്പിന് കള്ള് നമുക്ക് പാടില്ല, പറ്റൂല. അതുകൊണ്ട് എന്നേക്കുമായി കള്ളാവുന്ന ആ വിഷമത്തിനെ നമ്മുടെ ഈ പറമ്പിൽ നിന്നാണ് ഒഴിവാക്കാൻ പോകുന്നത്. പേരത്തെ പറമ്പാണ് മാലാപ്പറമ്പ്. ഈ മാലാപ്പറമ്പിൽ കള്ളുണ്ടാവില്ല. പിശാചിന്റെ ഇതിൽപ്പെട്ടതാണ് കള്ളുകൂടി മദ്യപാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ഒഴിവാക്കാൻ പോകട്ടോ. നമ്മളെന്താ ഈ ടവല് എങ്ങനെ കള്ളു കുടിച്ചാലും ആരെ കണ്ണു വെട്ടിച്ചു കുടിക്കാൻ പറ്റില്ല. അല്ലാഹു ഹൃദയത്തിൽ മറന്നു കിടക്കുന്ന കാര്യങ്ങളും കണ്ണിന്റെ കട്ടുനോട്ടൊക്കെ അറിയുന്നവൻ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊക്കെ പഠിച്ച അല്ലാഹു. ആരാണ്? അല്ലാഹു. അല്ലാഹുവിനെ വിട്ട് മറച്ചു വെച്ച് വിടുവാനാർക്ക് സാധ്യമല്ല. അതുകൊണ്ട് കള്ളാവുന്ന ഈ വിഷമത്തിന് ഈ മാലാപ്പറമ്പിൽ നിന്നും ഇൻഷാ അല്ലാഹ് ഒഴിവാക്കാൻ പോകുന്നു. അതുപോലത്തെ എല്ലാ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പരിപൂർണമായി നാം വിട്ടു നിൽക്കുക. SPS ആനക്കയം ശാഖ യൂണിറ്റ് SPS ആണ് എപ്പോഴും നല്ല മേഖല എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കട്ടുള്ളിലുണ്ടോ? 3 മാജിക്കിന്റെ സീക്രട്ട് അവസാനം പറഞ്ഞു. അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു പരിപാടി. കത്തി കൊണ്ടുള്ള പരിപാടി കാട്ടിയിട്ടില്ലല്ലോ. ഇവിടെ വന്നോ ഒരാള് നല്ല ധൈര്യമില്ല കേട്ടോ. ധൈര്യം വേണം. പറ്റില്ല, പറ്റില്ല. കത്തി കൊണ്ടുള്ള പരിപാടിയാണ്. അടിപൊളി പരിപാടി. അത് കഴിഞ്ഞാ ബാബാ അവന് ധൈര്യം. കുട്ടികൾക്ക് ധൈര്യം എന്നാണ്. اللهم صل على سيدنا
പേര് അർഷദ് അസ്ജിദ് അതൊക്കെ അസ്ജിദ് അസ്ജിദിനെ എല്ലാവരും അറിയോ? ഓണ് നല്ല ധൈര്യശാലി. അങ്ങനെ വേണം. നമ്മളിങ്ങനെ കുട്ടികളെ പുസ്തകമൊക്കെ എന്താണ് ഇത് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മളെ എപ്പിസാറെ കൊണ്ടുവരും, സിനിമാസാറെ കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല. ആകല്ല സത്യം നമുക്ക് അതാണ്. അപ്പൊ ഇൻഷാല്ലാന്ന് പരിചയപ്പെടുത്തല്. അപ്പോ അസ്ജിദിനെ എല്ലാവർക്കും മനസ്സിലായി പോകണ്ടോ? എന്റെ പോടല്ലോ അയച്ചിലായി പെട്ടെന്ന് അയക്കൂലേ? അപ്പൊ ഓരോ എന്നോട് പറഞ്ഞു നോക്കോളി. അപ്പൊ ഇതെന്താ ഇതിന് മേടിക്കുന്നത് നല്ല ധൈര്യമാണെന്നാണ്. ആരും പറയാം. ഒരു സ്ഥലത്തും എനിക്കറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
ഇൻഷാ അല്ലാ. എല്ലാവർക്കും ഞാൻ മുട്ടായി തരും. ഓരോന്ന് കിട്ടിയാലും പിന്നെ എന്ത് വേണം? മറ്റവർക്ക് SBS കുട്ടികളെ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. മറ്റവർക്ക് കൊടുക്കണ്ടേ? ഒന്ന് നമുക്ക് ഒന്ന് ബിസ്മി ചൊല്ലിയിട്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാ. മുട്ടായി കൂട്ടട്ടോ. ആ ചെറിയ 2-3 കുട്ടികൾ നിങ്ങൾ ഇത് കൊടുക്കട്ടോ. ഞാനിതിന് ഓരോ തമാശ നമ്മളെ കുറെ പ്രസിദ്ധീകരണമുണ്ട്. റിസാല, കുസുമം, സുന്നത്ത്, സുന്നി വോയിസ്, നമ്മളെ SSF കൊടി, SBS മയൂരി സംഘം. എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, ഒരു കിതാബ്. ഇതെന്താ അറിയോ? അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ നല്ല രസമുള്ള ഒരു പരിപാടി കാണിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ കുളത്തിൽ വെള്ളങ്ങൾക്ക് വെള്ളം കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ മിണ്ടാതിരിക്കണം. നല്ല കുട്ടികള്. ഇതെന്താന്നറിയോ? ഹദ്ദാദിന്റെ ആടാണ്. എന്താണ്? വീട്ടിലേക്ക് ഹദ്ദാദ് കളിയില്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഉസ്താദ്മാരൊക്കെ പറയണ്ട് നല്ല കുട്ടികളാണ്. SBS കുട്ടികൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ചെല്ലാത്ത കുട്ടികൾ ഹദ്ദാദ് ചെല്ലാൻ വരെ ഇന്ന് മുതലിട്ടോ ഹദ്ദാദ് കേട്ടോ. അങ്ങനൊക്കെ പടക്കന്മാരുടെ കൂടെ ചെല്ലണം കേട്ടോ. ചെല്ലൂലേ? അൽഹംദുലില്ലാ, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണത് കേട്ടോ. നല്ല കുട്ടികൾ.